അപ്പം നമ്മുടെ 9ാം ദിവസത്തെ രാവിലത്തെ പതിവ് പോലെ തന്നെ ചിയാ സീഡിട്ട് വെള്ളമാണ് കുടിക്കുന്നത്. പിന്നെന്ന് വെച്ചാൽ ഡെയിലി ഇതെന്നെ ഇടുന്നതുകൊണ്ട് എല്ലാവർക്കും മടുപ്പ് പിടിക്കുന്നുണ്ടെന്ന് തോന്നുമല്ലേ. ജ്യൂസ് കുറവ് കാണുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. സാരല്ല, ഇഷ്ടമുള്ള ആൾക്കാരെ കണ്ടാൽ മതി, അത്രയും ഉള്ളൂ കേട്ടോ. ഇന്നത്തെ ദിവസത്തിൻ്റെ സ്മൂത്തി നോക്കാം. ഇന്ന് സ്മൂത്തിയിൽ ഞാൻ ആപ്പിൾ ഇട്ടിട്ടാണ് സ്മൂത്തി ഉണ്ടാക്കിയിട്ടുള്ള. ഞാൻ ഇന്നലെ പറഞ്ഞിട്ടേ ഉള്ളൂ, എപ്പോഴും റോബസ്റ്റ് ഇട്ടിട്ടാക്കിയാൽ നമുക്ക് ഗ്യാസിൻ്റെ പ്രോബ്ലം ഉണ്ടാവുന്നത്. എനിക്ക് ചെറുതായിട്ട് ഗ്യാസിൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാനിന്ന് ആപ്പിൾ ഇട്ടിട്ടാണ് സ്മൂത്തി അടിച്ചത്. അതുകൊണ്ട് തന്നെ സ്മൂത്തിയുടെ കളറിനും ചെറിയൊരു വ്യത്യാസമുണ്ട്. അപ്പം നമുക്ക് സ്മൂത്തി കുടിക്കാം. കുഴപ്പമൊന്നുമില്ല, ആപ്പിൾ ഇട്ട് അടിച്ചിട്ടും ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പം ഇന്ന് ഞാൻ 2 മുട്ട ഗ്രീൻ ടീ ആണ് 11 മണിക്ക് എടുത്തിട്ടുള്ളത്. ഇടയ്ക്കിടയ്ക്ക് ഫ്രൂട്ട്സ് എടുക്കുക. ഞാൻ ഫ്രൂട്ട്സ് ഉണ്ടാകുമ്പോൾ ഫ്രൂട്ട്സ് എടുക്കും, ഇല്ലാണ്ടെടുക്കുമ്പം എഗ് എടുക്കും കേട്ടോ. അപ്പോൾ ഫ്രൂട്ട്സ് 11 മണിക്ക് നമ്മൾ കഴിക്കുമ്പോൾ മുട്ട എന്താക്കും, ഉച്ചക്ക് ചോറിന് പൊരിച്ചിട്ട് അങ്ങനെ എന്തെങ്കിലും ആയിട്ട് കഴിക്കും. ദിവസം എന്തായാലും അങ്ങനെ എങ്ങനെയെങ്കിലും ആയിട്ട് 2 മുട്ട ഞാൻ കഴിക്കും കേട്ടോ. ഹലോ, അപ്പം നമുക്ക് ലഞ്ച് വീഡിയോ ഉണ്ടല്ലോ. ഇന്ന് ലഞ്ച് ഞാൻ ബിരിയാണിയാണ് എടുത്തത്. കുറച്ച് ബിരിയാണി, പിന്നെ സലാഡ്, പിന്നെ അച്ചാർ കേട്ടോ. ഞാൻ എന്താ പറയുക, ഉമ്മാൻ്റെ അടുത്ത് ചോറാക്കിയെന്ന് വിചാരിച്ചിട്ട് ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം ഉമ്മ ഇന്നലെ രാത്രി ബിരിയാണിനെ വെച്ച, ഉമ്മാൻ്റെ അടുത്തും ബിരിയാണി ബാക്കി ഉണ്ടായിട്ട് അവരും അതുകൊണ്ട് ഞാൻ ഉച്ചക്കേക്ക് ആക്കിയിട്ടുണ്ടായേ. അപ്പോൾ പിന്നെ വേറെ വഴിയൊന്നുമില്ല, ചൂടാക്കി കഴിക്കുന്ന അത്രയ്ക്ക് നല്ലതൊന്നല്ല, എന്നാലും പിന്നെന്തെങ്കിലും കഴിക്കണ്ടേ. അതുകൊണ്ട് ഞാൻ ഉച്ചക്ക് ഫിഷ് ബിരിയാണി തന്നെയാണ് എടുത്തിട്ടുണ്ടായിന്. അത്രേ എടുത്തിട്ടുള്ളൂ, കുറച്ച് എടുത്തിട്ടുള്ളൂ. പിന്നെ സലാഡ് കുറേ അധികം എടുത്ത്, റൈസ് കുറച്ചേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പം ഇതാണ് എൻ്റെ ഉച്ചക്കത്തെ ലഞ്ച്. നമുക്ക് ബിരിയാണി കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഫ്രഷ് ആകുമ്പോൾ കുറച്ചും കൂടി നല്ലതാണ്. ഇന്നലത്തെ രാത്രിക്കത്തെ ബാക്കിയാണ് കേട്ടോ. എന്തും നമുക്ക് ക്വാണ്ടിറ്റി കുറച്ച് കഴിക്കാം. ആകെ ഉച്ചക്കെ നമ്മൾ റൈസായിട്ടും ഗോതമ്പായിട്ടും ഉച്ചക്ക് മാത്രമേ കഴിക്കുന്നുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല കുറച്ച് കഴിക്കുന്നതിന്. കഴിച്ചത് എന്താണ്, കടല അല്ലേ. ടൈം ഉണ്ടായിട്ടില്ല ബസ്സിന്, കടല കഴിച്ചില്ല. ഈവനിങ്ങിൻ്റെ സ്നാക്സ് കടല. പിന്നെ ഇന്ന് ഈവനിങ്ങിൽ ഞാൻ ഗ്രീൻ ടീ കുടിച്ചിട്ടില്ല കേട്ടോ. സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിന്, വരാൻ വേണ്ടിയിട്ട് കുറേ ലേറ്റായിപ്പോയി. 6:30 ആയിന് വീട്ടിലെത്തുമ്പോൾ. അപ്പോൾ ഞാൻ ബസ്സിൽ നിന്ന് കുറച്ച് കടല കഴിച്ചിട്ടുണ്ടായിന്. പിന്നെ വീട്ടിൽ വന്ന് ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഇത് 7 മണിക്ക് നമ്മളെ സ്മൂത്തി അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ ഇന്ന് 7 മണിക്ക് കുടിക്കുന്നത്. ഞാൻ ഗ്രീൻ ടീ കുടിക്കും, കിടക്കാൻ വേണ്ടി പോകുമ്പോൾ ഒരു ഗ്ലാസ് ഗ്രീൻ ടീ കുടിക്കും. അപ്പോൾ ഞാൻ ഇന്ന് രാത്രി കിടക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മൾ ഗ്രീൻ ടീ എടുത്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇന്ന് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടായിട്ട് പോയിട്ട് ഈവനിങ്ങിൽ കുടിക്കേണ്ടതൊന്നും കുടിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ടൗണിൽ പോയി ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് പലതും കുടിക്കാനും തിന്നാനും തോന്നും. ഞാനിപ്പം നമ്മൾ കുറേ പാരൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അവർ ജ്യൂസും ഷേക്കൊക്കെ കുടിക്കാൻ വേണ്ടി പോയപ്പോൾ ഞാനൊന്നും കുടിച്ചിട്ടില്ല. നേരെ വീട്ടിലേക്ക് വന്ന്. അങ്ങനെ തന്നെ സ്കൂളിലായാലും നല്ല ചായയും സ്നാക്സും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എല്ലായിടത്തുനിന്നും കണ്ണടച്ച് നിന്ന് എന്നാൽ മാത്രമേ നമുക്ക് നമ്മളെ ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.